ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ, തെരുവിലെ മനുഷ്യരല്ലോ. വാ അടിമുടി വിയർത്തും നമ്മൾ, തൊടുതുടെ തുടിക്കും കരൾ. ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ, തെരുവിലെ മനുഷ്യരല്ലോ. വാ അടിമുടി വിയർത്തും നമ്മൾ, തൊടുതുടെ തുടിക്കും കരൾ. മാളിക തന്നിൽ വാഴുമ്പോൾ കൊള്ളുന്ന വേനലിൽ തുള്ളുന്ന പൊൻതിര പോൽ, തോളിൽ ചാക്കുമായി ഉള്ളിൽ തീയുമായി വന്നു കമ്പോളത്തിൽ വേല ചെയ്യുന്നവർ നാം. ഇരവും പകലും ഒരുപോൽ കൂലി തേടുന്നു, ജീവിക്കാനായി 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 ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ, തെരുവിലെ മനുഷ്യരല്ലോ. അടിമുടി വിയർത്തും നമ്മൾ, തൊടുതുടെ തുടിക്കും കരൾ. ചെയ്തിട്ട് കൂലിയും വാങ്ങിച്ച് അസല് കാട്ടുന്ന റഹീമും കൂട്ടരുമായി നാം സർക്കാർ കെട്ടിയ പ്ലാറ്റ്ഫോറത്തിന്റെ ചുറ്റിലും രാത്രിയിൽ വട്ടം കറങ്ങിടുമ്പോ, വനവും തനുവും ഒരുപോലെന്നും നോവില്ലേ. ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ, തെരുവിലെ മനുഷ്യരല്ലോ. അടിമുടി വിയർത്തും നമ്മൾ, തൊടുതുടെ തുടിക്കും കരൾ. ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ, തെരുവിലെ മനുഷ്യരല്ലോ. അടിമുടി വിയർത്തും നമ്മൾ, തൊടുതുടെ തുടിക്കും കരൾ. അടിമുടി വിയർത്തും നമ്മൾ, തൊടുതുടെ തുടിക്കും കരൾ. അടിമുടി വിയർത്തും നമ്മൾ, തൊടുതുടെ തുടിക്കും കരൾ. അഴിവേതല്ലേ 15 ചേർക്കാ തല്ലിപ്പോയി കൊടുക്കില്ലേ. സേതു സേതു വിചാരിച്ചാലേ കാര്യം നടക്കൂ. മുതലാളിയെടുത്ത് പറഞ്ഞ് ബോണസ് ഒന്ന് കൂട്ടിത്തരാൻ പറയണം. അത് നിങ്ങൾ പേടിക്കണ്ട. തൽക്കാലം പണം കയ്യില്ലെങ്കിലും നമ്മുടെ ക്ഷേമനിധിയുടെ പണം മുതലാളിയുടെ കയ്യിലുണ്ടല്ലോ, അത് എന്തെങ്കിലും എടുത്തു തരും. ഒരു കണക്കിന് നോക്കിയാ കുഞ്ഞാലിയെ പോലെ പാർട്ടി ഒന്നുമില്ല നടക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ നടന്നാൽ നമ്മളിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അയാളുടെ മാത്രം പ്രശ്നമായി തീരും. മുതലാളിമാർക്ക് നമ്മളെ ഉപദ്രവിക്കാൻ കൂടുതൽ സൗകര്യമാവും. ഏതായാലും മുതലാളിയെ കണ്ട ശേഷം ഞാനൊരു തീരുമാനത്തിലെത്താം. അത് പരിശ്രമിക്കും. അടുത്ത ലോഡ് ഇപ്പം വരും. നമ്മൾ കാരണം താമസിക്കണ്ട. വാ.
സാധനത്തിന്റെ വിലയേക്കാളും കൂടുതലാണ് കൂലി. കൂലിക്കാരനെ വിളിക്കാനും നിവൃത്തിയില്ല, സ്വന്തമായി ചുമക്കാനുള്ള ആരോഗ്യവും ഇല്ല. നിക്കടാ അവിടെ. നിന്റെ യൂണിയൻ ബാഡ്ജ് എവിടെ? നിൽക്കടാ അവിടെ. ചോദിച്ച കേട്ടില്ലേ? യൂണിയനിൽ അംഗമല്ലാത്തവരാരും ഇവിടെ പണിയെടുക്കാൻ പാടില്ലെന്ന് ഇവിടെ നിന്നു. വിശപ്പിന് മറ്റു മറികളൊന്നും ഇല്ലാഞ്ഞിട്ടാ ഇനിമേൽ ഞാൻ എവിടെയെങ്കിലും വരില്ല. അവന്റെ വേസ്റ്റ്. ഇവിടത്തെ കള്ളം മുതലാളിയെയും അയാൾക്ക് ശിങ്കടി പാടുന്ന യൂണിയനിലും എനിക്ക് വിശ്വാസമില്ല. ചങ്കറപ്പള്ള എവനെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വേടാ. അർജന്റ് തോന്നുമ്പോഴൊക്കെ വന്ന് തല്ലി ചതച്ചിട്ട് പോവാൻ പട്ടികളൊന്നുമല്ലേ മാന ഇവിടുത്തെ തൊഴിലാളികൾ. കാര്യം പറഞ്ഞിട്ട് കൈപൊക്കുന്ന അയൽക്കൂട്ടർക്ക് നല്ലത്. കാരണം പറയാതെ കൈപൊക്കിയാ നീ എന്ത് ചെയ്യടാ? ആ പൊക്കുന്ന കൈ ഞാൻ അറിഞ്ഞ് താഴെ ഇടും, അത്രേ ഉള്ളൂ. നീ ഇപ്പോ മാർക്കറ്റിൽ ഒരു ചുമട്ട് തൊഴിലാളി മാത്രമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പിരിയാനാവാത്ത കൂട്ടുകാരൻ കൂടിയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നെ ഈ പോലീസ് വേഷത്തിൽ കാണുക എന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് കള്ളും പോലീസും കളിക്കുന്നവർമ്മയുടെ കുഞ്ഞാലി. അന്നും നീ തന്നെയായിരുന്നു പോലീസ്, ഞാൻ കള്ളനും. നീ സ്കൂളിൽ പോകണമെന്ന് അച്ഛൻ എത്ര നിർബന്ധമായിരുന്നു. അന്ന് എനിക്ക് അതിനുള്ള വിവരമില്ലായിരുന്നു. എന്റെ വാപ്പക്കും വിവരമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ നമുക്ക് 5 വയസ്സുള്ളപ്പോ വാപ്പ എന്നെ ഇട്ടേച്ചും പടച്ചോന്റെ അടുത്തേക്ക് പോയത്. അന്ന് നിന്റെ അച്ഛൻ എന്നെ വീട്ടിൽ വിളിച്ച് കയറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാകുമായിരുന്നു. ചന്തയിലെ ചട്ടമ്പികളുടെ കയ്യിൽ നിന്നും അടിയും ഇടിയും കുറെ വാങ്ങിയതില്ലേ? ഞാനൊരു പെങ്ങളല്ലാതെ ആരിയ്ക്കുന്നു തുണി മുക്കി ആവി പിടിച്ചു തരാൻ? കണ്ടോടാ കുഞ്ഞാലി, ഇതാണ് പണ്ടച്ഛൻ പറയാറുള്ളത്. അദ്ദേഹത്തിന് 3 മക്കളുണ്ടെന്ന്. നമ്മുടെ അന്തസ്സിന് ചേർന്നല്ലേ കുഞ്ഞാലിക്ക ഈ വഴക്കും വയ്യാവേലിയും. അന്യായം കണ്ടാൽ അത് കണ്ടോണ്ട് നിൽക്കാൻ എന്നെ കിട്ടില്ല. പോലീസും കോടതിയൊക്കെ ഇടപെട്ട് വരുമ്പോ വാദിയെ പ്രതിയാക്കുന്ന നാടാ നമ്മുടേത്. പോലീസിനെ നീ നീതിയൊന്നും പഠിപ്പിക്കണ്ട. കഴിവതും മറ്റുള്ളവരുമായി യോജിച്ചു പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. നിയമത്തിന്റെ ഭാഷയൊന്നും എനിക്കറിയില്ല, സ്നേഹത്തിന്റെ ഭാഷ എനിക്കറിയും. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് നിയമത്തെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. കമ്പോളത്തിൽ നീ വഴക്കുണ്ടാക്കിയെന്ന് കേട്ടാൽ അന്ന് ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കും. മധു, ചേട്ടാ, എന്നെ ആര് തല്ലിയാലും ഞാൻ ഇനി തിരിച്ചു തല്ലില്ല. ഞാൻ ഈ നാട് വിട്ട് ഈ നിമിഷം പോയിക്കോളാം. നീ ഉദ്യോഗത്തിൽ നിന്ന് പിരിയരുത്. എന്റെ ജീവനാടാ നിന്റെ ഉദ്യോഗം.
ഈ ഗുളിക മരുന്നും കൂടെ 6 നേരത്തേക്കുണ്ട്. ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദിയൊക്കെ നല്ലപോലെ എഴുന്നേറ്റ് നടക്കാനായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പോയിട്ട് വരാം. മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം. കുഞ്ഞാലിക്ക, ചേട്ടൻ കാരണം എനിക്കിപ്പോ കോളേജിൽ പോലും പോകാൻ വയ്യാതായിരിക്കാണ്. അവനിപ്പോ ഇവിടെയും വരാറില്ലല്ലോ. എന്ത് ചെയ്യാ, മകനായി പോയില്ലേ, ക്ഷമിക്കാതിരിക്കാൻ പറ്റും. ഡാഡി, എനിക്കൊരു 500 രൂപ വേണം. പിക്നിക്കിന് പോകാനാണ്. 500 രൂപ? ആ, തരൂ ഡാഡി, ഇനി ഞാൻ ചോദിക്കില്ല. ഇതാ, സേഫ് തുറന്ന് എടുത്തോളൂ. താങ്ക് യു ഡാഡി. ചെയ്തു ഇരിക്കൂ. ആ, ലോഡുകളെല്ലാം പറഞ്ഞ സമയത്ത് തന്നെ കൊണ്ടെത്തിച്ചു. തൊഴിലാളികളുടെ ആത്മാർത്ഥം കൊണ്ടാണ് ഇത്രയും വേഗം ജോലി തീർക്കാൻ കഴിഞ്ഞത്. സേതുവിന് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യസമയത്ത് നടക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ ഡാഡി. മോള് ചെല്ലും. ആ, മുതലാളി, ഞാനിന്ന് വന്നത് ഞങ്ങളുടെ ബോണസിന്റെ കാര്യം സംസാരിക്കാനാണ്. അതിന് അല്പം കൂടി സമയം തന്നുകൂടെ? അത് പറ്റില്ല. ഞാൻ എന്റെ തൊഴിലാളികളുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവെച്ചേക്ക് തയ്യാറല്ല. ഒരു നല്ല തൊഴിലാളി മുതലാളി ബന്ധം സൃഷ്ടിക്കാനാണ് എന്റെ ശ്രമം. സേതു, മുതലാളി ഇല്ലെങ്കിൽ തൊഴിലാളി ഇല്ലെന്ന് ഓർക്കണം. തൊഴിലാളി ഇല്ലെങ്കിൽ മുതലാളിയില്ല. ഞാൻ സേതുവിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ബോണസിന്റെ കാര്യം അടുത്ത ആഴ്ച തന്നെ ശരിപ്പെടുത്താം. പിന്നെ സേതുവിന് പണത്തിന്റെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാമോ? എനിക്ക് എന്റേതായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്റെ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ മാത്രം പരിഹരിച്ചാൽ മതി. ആ, ഞാൻ പോവുകയാണ്. ആ, ശരി. മുതലാളിയുടെ ഈ ഇടയിലൊന്നും അവൻ കൊത്തത്തില്ല. അതിന് വേറെ ആളിനെ നോക്കണം. ഒന്നിച്ച് ആ തുക ബാങ്കിലിടാൻ പറഞ്ഞാൽ സംഗതി ആകെ കുഴപ്പമാ. മുതലാളി കളക്ടറെ വിളിച്ച് കാര്യം പറ. എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ മിനിസ്റ്ററെ വിളിച്ച് കാര്യം പറ. എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് കാര്യം പറ. ഞാൻ ശരിയാക്കി തരാം. എരപ്പാളി, പോകാൻ പറഞ്ഞ് ഞാനങ്ങ് പോകത്തില്ലേ. എന്തിനാ ചൂടാകുന്ന ആവശ്യം? ഒരു പഴം തന്നെ. ഉണ്ടോ? ഇല്ല. ഫാൻറ്റ ഉണ്ടോ? ഇല്ല. ഒരു പഴം കൂടെ തരും. സാറേ, സമയം എന്തായി? 3:30. 3:30 ആയുള്ളൂ അല്ലേ? പാളയത്തേക്ക് എപ്പോഴാ വണ്ടി? ഇപ്പൊ ഉണ്ട്. ആ, ഇപ്പൊ എപ്പോ? ഇപ്പൊ ഉണ്ടല്ലേ? ശരി. വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ മാതാപിതാക്കൾ ഒലിച്ചുപോയി. അതിനിപ്പോ ഞാനെന്ത് വേണം? 12 അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ഭാരം എന്നിലായി. അത് ശരി. 4 പേരെ പോലെ ജോലി ചെയ്ത് ജീവിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ അപേക്ഷ എന്ന് മാരാരാശ്രീ NB വായിച്ചു കഴിഞ്ഞാൽ മടക്കിത്തരാൻ അപേക്ഷ. അവന്റെ അമ്മയുടെ മലവെള്ളപ്പൊക്കം. കാശിലുണ്ടോന്ന് നോക്കട്ടെ. അയ്യോ, ഇതെന്തോന്ന്? കോട്ടയാ? ഇവൻ എന്ത് ദരിദ്രവാസിയാടാ ശവം. അയ്യോ, എത്ര പറഞ്ഞാലും കുഞ്ഞാലിക്ക് കേൾക്കത്തില്ല. എന്താ പുതിയ ഷർട്ടുകളിടാത്തെ? മധു കാക്കി ഉടുപ്പിടുന്നത് അവൻ പോലീസ് ഓഫീസർ ആയതുകൊണ്ടാ. എന്റെ ജോലിക്ക് പറ്റിയ വേഷം ഇതാണ്. ഇത്രയും നേരം നീ എനിക്ക് വിളമ്പി തന്നില്ലേ? ഇനി ഞാൻ നിനക്ക് വിളമ്പിത്തരാം. എനിക്കറിയാം, ഞാൻ വിളമ്പത്തില്ല. വേണ്ട വേണ്ട, ഒറ്റയ്ക്ക് വിളമ്പി തന്നാലേ നീ 2 ഇടയുടെ ചോറ് തിന്നു. തടി കൂടിയാലേ അതിനൊത്ത ചെക്കനെ കിട്ടാൻ പാടാ. അവിടെ ഇരി. ആ,
നീ അവിടെ ഇരിക്കു വെച്ചേ. ഞാൻ കൈ കഴിയില്ല കുഞ്ഞാലിക്ക. ആ കൈയൊന്നും കഴുകണ്ട, നിനക്ക് ഞാൻ വാരി തരാം. വാ വിളിച്ചോ. ആ ആ ആ ആ ആ. എന്താ ഇന്നലെ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് പോയി കളഞ്ഞത്? കാണേണ്ട ആളിനെ കണ്ടു, കാര്യം പറഞ്ഞു, തിരിച്ചു പോന്നു. സേതു കാണേണ്ട ആളിനെ കണ്ടു, പക്ഷേ സേതുവിനെ കാണാൻ കൊതിച്ചിരുന്ന ആളിനെ കണ്ടില്ല. എന്നെ കാണാൻ കൊതിച്ചിരുന്നോ? ആര്? കാണാൻ കൊതിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ വരുമായിരുന്നു. കുഞ്ഞു വീട്ടിലേക്ക് പോകും. ആ കുഞ്ഞെന്നോ? എനിക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, ജോലിക്ക് പോകാൻ സമയമായി. വരൂ. വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ എൻ ഗാനങ്ങളിൽ നീയാണാദി താളം. രാഗലോലേ എന്നാരാധികേ നീ ദിവ്യരോമാഞ്ചരഞ്ജിനി. വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ എൻ ഗാനങ്ങളിൽ നീയാണാദി താളം. സുമജാലം നീ നിന്നാദം സുരസംഗീതം. കാണാൻ സുമജാലം നീ നിന്നാദം സുരസംഗീതം. ഇനി ഞാനും നീയും ഒന്നായി പാടും ദിവ്യഗാനം. തെന്നൽ പോലും കൂടെ പാടും. വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ എൻ ഗാനങ്ങളിൽ നീയാണാദി താളം. ഓരോ മൃദുസ്മേരത്താൽ നീയേകും മധുരാലസ്യം. ഓരോ മൃദുസ്മേരത്താൽ നീയേകും മധുരാലസ്യം. ഇളം കാറ്റായി വന്നൻ പ്രേമസൂനത്തെ നീ തൊട്ടുണർത്തി ദേവി. ധന്യനായി ഞാൻ വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ എൻ ഗാനങ്ങളിൽ നീയാണാദി താളം. രാഗലോലേ എന്നാരാധികേ നീ ദിവ്യരോമാഞ്ചരഞ്ജിനി. വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ എൻ ഗാനങ്ങളിൽ നീയാണാദി താളം.
സേതു, ഒരേ വണ്ടിയുടെ രണ്ട് ചക്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം പാടില്ല. എനിക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത്രയും കാലം കൊണ്ട് എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത നീ ഇത്ര പെട്ടെന്ന് നമ്മുടെ മുതലാളി എങ്ങനെ മനസ്സിലാക്കി? മുതലാളിയുമായി തൊഴിലാളി ഒരു നല്ല ബന്ധത്തിൽ തുടരുന്ന തെറ്റാണോ? തെറ്റ് നിന്റെ വിശ്വാസത്തിലാണ്, പ്രവൃത്തിയിലല്ല. എന്നുവെച്ചാൽ തൊഴിലാളികളോട് മധുരമായി സംസാരിച്ചും പ്രതീക്ഷകൾ കൊടുത്തും തന്റെ ചൊൽപ്പടിക്ക് നിർത്തുകയാണ് മുതലാളിമാരുടെ ലക്ഷ്യം. അതിനെ തടയാൻ ഞങ്ങൾക്ക് ശക്തരായ യൂണിയൻ ഉണ്ട്. യൂണിയൻ കൊണ്ട് നിങ്ങൾ ഇന്നുവരെ എന്ത് നേടി? നിന്നെ കൊണ്ട് തൊഴിലാളികളെ ഒന്നായി സംഘടിപ്പിച്ചിട്ട് നിന്നിലൂടെ അവരെ മൊത്തമായി വിലക്കെടുക്കായിരുന്നു നിന്റെ മുതലാളി ചെയ്തത്. പല ആനുകൂല്യങ്ങളും തരാമെന്ന് പറയും. തന്ത്രപരമായി അത് നീട്ടിക്കൊണ്ടുപോയാണ് നിന്റെ മുതലാളി ചെയ്ത ബുദ്ധി. നിനക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ യൂണിയനിൽ ചേരണം. നിന്റെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ച് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഈ രാജ്യത്ത് മാന്യമായി ജീവിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന തൊഴിലാണ് കൂലിപ്പണി. ഞാൻ അത് ചെയ്തോളാം. ഇത് വെള്ളത്തിലും പോകില്ല കരയിലും പോകില്ല എന്ന് പറയുന്ന പോലെയാണ്. നിന്നോട് ഞാനിപ്പോ തർക്കിക്കുന്നില്ല. അവസരം വരുമ്പോൾ നീ മനസ്സിലായിക്കൊള്ളൂ. നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. മാന്യമായി ചോദിച്ചാൽ ഡാഡി തരില്ലെന്ന് എനിക്കറിയാം. എന്റെ ആവശ്യം എനിക്ക് പണമില്ലാതെ ഞാൻ കുഴയുകയാണ്. നീ ചോദിക്കുമ്പോൾ പണം വാരി തരാൻ എന്റെ നോട്ടെടുക്കുന്ന യന്ത്രമൊന്നുമില്ല. നീ കാരണം എനിക്ക് തലയുയർത്തി നടക്കാൻ വയ്യാതെ. ഡാഡി വളർന്നത് പാവപ്പെട്ട ചായക്കടക്കാരൻ രാമുവിന്റെ മകനായിട്ടാണ്. ഞാൻ ശേഖർ മുതലാളിയുടെ മകനാണ്. എനിക്ക് എന്റേതായ ചെലവുകളുണ്ട്. ഡാഡി, നീ എന്റെ മകനല്ലടാ. ഇന്നു മുതൽ ഈ വീടിനകത്ത് കാലൂത്തരുത്. ഇറങ്ങടാ. ഡാഡി ഇറങ്ങാനാ പറഞ്ഞത്. ഈ സത്യം പറ, ഇത് ഹോട്ടൽ തന്നെയാണോ? ക്ഷമിക്കണം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഇരിക്കണം. സാറിന് എന്താ വേണ്ടേ? കാപ്പി ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ വില? 2 രൂപ. 2 രൂപയോ? 2 രൂപയ്ക്ക് 4 കിലോ കത്തിരിക്ക വാങ്ങാം. 4 ദിവസം സാമ്പാർ വയ്ക്കാം. എനിക്കൊരു ഐസ്ക്രീം തിന്നണോ? ഐസ്ക്രീമാ? അതെല്ലാം ഒന്നും വേണ്ട. വെളിയില പോയിട്ട് നല്ല കപ്പലിന്റെ മുട്ടായി വാങ്ങിത്തരാം. സ്വാമി ഇവിടെ ഉണ്ടായിരുന്നു. സ്വാമിയെ ഞാൻ എവിടെയെല്ലാം തിരക്കി. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് രൂപ വേണം. അതൊരു ചിന്ന കാര്യം. അത് നമുക്ക് വീട്ടിൽ പോയി ശരിയാക്കാം. അതിനേക്കാളും ഒരു പെരിയ കാര്യം ഇവിടെ വൈഫിന് ഐസ്ക്രീം തിന്നണം. എന്റെ കയ്യിലാണെങ്കിൽ പൈസ അല്പം കുറവാണ്. അത്രേ ഉള്ളൂ. സ്വാമിയും ഭാര്യയും ആവശ്യമുള്ളതെല്ലാം കഴിച്ചു. ബില്ല് ഞാൻ പേ ചെയ്തോളാം. പോരെ? മതി മതി. കുഞ്ഞാലിക്ക ഒന്ന് വേഗം വാ, ബസ് അങ്ങ് പോവും. ആ, എന്റെ പൊന്നു പെങ്ങള് കിടന്ന് പിടയ്ക്കാതെ ബസ്സൊന്നും പോകത്തില്ല. ഞാൻ താമസിച്ചു കുഞ്ഞാലിക്ക. ഞാൻ കാരണം കുഞ്ഞാലിക്കയുടെ ജോലി കൂടി മുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ കൂട്ടുകാരികളുടെ കൂടെ പോവാം. അതൊന്നും പറ്റുകയല്ല കുഞ്ഞേ. നിന്നെ കെട്ടിച്ചയക്കുന്നവരെ ഇതൊക്കെ എന്റെ ജോലിയാ. നടക്ക്. ആ, മിസ്റ്റർ മധു വരൂ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ഇരിക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് മിസ്റ്റർ മധുവിനെ വിളിപ്പിച്ചത്. എന്താ സാർ? പുതിയ തലമുറയിലെ വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ് മിസ്റ്റർ മധു എന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. IG ഇന്നലെയും നിങ്ങളെപ്പറ്റി എന്നോട് സംസാരിച്ചു. ബൈ ദ വേ മിസ്റ്റർ മധു, നഗരത്തിൽ വലിയൊരു കള്ളക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറികളിലും കർണാടകത്തിലേക്ക് പോകുന്ന ലോറികളുമായാണ് പ്രധാനമായി സാധനങ്ങൾ കൈമാറുന്നത്. കുറ്റവാളികളുടെ ലിസ്റ്റും ഫോട്ടോകളും അടങ്ങുന്ന ആൽബം
തമിഴ്നാട്ടിൽ നിന്നും കിട്ടാനുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഞാൻ തരാം. സർ, ഐ ഷൽ ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് സിൻസിയർ ടു മൈ വർക്ക്. ഐ ഹാവ് ദ ബെസ്റ്റ് ഫെയ്ത്ത് ഓൺ യു. ബെസ്റ്റ് ഓഫ് ലക്ക്, മിസ്റ്റർ മധു. ഓക്കെ. ദേ, ഒരു സഹായം ചെയ്യും. ഇത് എന്റെ മോന്റെ മേൽവിലാസ. ഇത് എവിടെയാന്ന് ഒന്ന് പറയോ? അറിഞ്ഞൂടല്ലോ, അയാളുടെ ചോദിച്ചാ പറഞ്ഞുതരും. ദേ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഞാൻ പട്ടണത്തിൽ ആദ്യമായിട്ട് വരിക. എന്റെ മോനെ കണ്ടുപിടിക്കാതെ എനിക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റില്ല. ആരാ നിങ്ങളുടെ മോൻ? കഴിഞ്ഞ മാസം ഒഴിച്ച് എല്ലാ മാസവും അവൻ പണം അയക്കായിരുന്നു. ഉള്ളതെല്ലാം വിറ്റാണ് ഞാൻ അവനെ പഠിപ്പിച്ചത്. അവന്റെ അച്ഛൻ ഇപ്പൊ തളർവാദം പിടിച്ച് കിടക്കയില്ല. ഏതോ വലിയ ആഫീസിലാ അവന് ജോലി. അമ്മ വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. വരൂ, അങ്ങോട്ട് പോവാം. നീ വലിയ വില്ലാളിയാണെന്നല്ലടാ പറഞ്ഞു. ചുണയുണ്ടെങ്കിൽ അവളെ ഒന്ന് വളച്ചെടുക്കാം. ഞങ്ങൾ കുറെ ശ്രമിച്ചു നോക്കിയതാ. ഏത് ഉർവശിയാണേലും അവൾക്ക് ഞാൻ മതി. നോക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഇന്ന് ബസ്സിലെന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് എന്നാ പറ്റില്ല, ഞാൻ വീട്ടിൽ വിട്ടേക്കാം. ഷാജിക്ക് എന്താ എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ? സഹപാഠികളായതുകൊണ്ട് ചോദിച്ചു പോയതാ. സഹപാഠികളൊക്കെ ക്ലാസ്സിൽ, ബസ്സൊക്കെ പണിമുടക്കാണെങ്കിൽ ഞാൻ നടന്നു പോയിക്കോളാം. ശാന്തിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. കുഞ്ഞാലിയോ? ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. നീ ആവശ്യമില്ലാതെ എന്റെ തൊഴിലാളികളുടെ കാര്യത്തിൽ ഇടപെടരുത്. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. നക്കാപ്പിച്ചയ്ക്ക് നാണം പണയം വെക്കുന്ന ചിലർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും, പക്ഷെ എന്റെ അതിന് കിട്ടില്ല. ഞാൻ ആർത്ഥത്തിൽ പറഞ്ഞതല്ല. ആ സേതുവും ഞാനുമായി ഇനി ഒത്തുപോകുമെന്ന് തോന്നുന്നില്ല. അവൻ ഇന്നലെയും ശമ്പള കൂടലിന് വാക്കടിച്ചു. എന്നും കൂലി കൂട്ടിക്കൊടുക്കാൻ ഒക്കുമോ കുഞ്ഞാലി? ഒരാളെ പാട്ടിലാക്കാൻ കഴിയാതെ വരുമ്പോ മറ്റൊരാളെ പാട്ടിലാക്കുക, അവിടെയും ലക്ഷ്യം വഞ്ചന തന്നെ. കുഞ്ഞാലി വരട്ടാതെ മുതലാളി, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. എന്നോട് പിണങ്ങിയവരാരും അധിക നാൾ ജീവിച്ചിട്ടില്ല. സ്വത്തുക്കൾ വാരിക്കൂട്ടിയ നിങ്ങളെപ്പോലുള്ളവർക്കാണ് ജീവനിൽ ഭയം. ഇന്നലെ ലോഡിറക്കിയതിന്റെ കൂലി മുതലാളിയോട് വാങ്ങിച്ചോളാൻ മാനേജർ പറഞ്ഞു. അത് വാങ്ങിക്കാൻ വന്നതാ. ആ രൂപയെടുത്ത് കയ്യിൽ തരണം. എന്നെ തോൽപ്പിക്കാനായിരിക്കും ഭാവം. ആ രൂപയെടുത്ത് കയ്യിൽ തരാതെ മുതലാളിക്ക് അകത്ത് പോകാൻ പറ്റില്ല. എന്താ പറഞ്ഞത് കേട്ടില്ലേ? അവനെ വിട്ടുകളഞ്ഞോ മുതലാളി? മുതലാളി ഒന്ന് മൂടിയിരുന്നെങ്കിൽ അവന്റെ വാരിയിൽ ഞാൻ ഊരിയെടുത്തേ. അയ്യോ, ഞാൻ ഓർത്ത് അവനായിരിക്കും. ചേട്ടാ, ഇത് കൊള്ളാമല്ലോ. പരീക്ഷ തോറ്റതിന് പള്ളി കൊടുത്തിട്ടാ ഏറെ. അവനെ പേടിച്ച് അവൻ ചോദിച്ച പണം കൊടുത്തു. ഞാൻ പാവപ്പെട്ടവനല്ല, എന്നെ തോളെ കയറിക്കും.
എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലല്ലോ. പോകാനാ പറഞ്ഞത്. ആ പോകാൻ പറഞ്ഞാൽ ഞാനങ്ങ് പോയേക്കാം. പിന്നല്ല എവിടെ നിൽക്കാൻ നോക്കൂ. അഥവാ ഇവിടെ നിന്നെ നിർത്തുവോ? എന്റെ മോൻ ഇത്രയും വലിയ ഉദ്യോഗസ്ഥനായിട്ടും ഈ പട്ടണത്തിൽ ആരും അറിയാതെ പോയല്ലോ. ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ അമ്മേ, വലിയ ആൾക്കാരെയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. മോനെ, മോനെ, അമ്മ എങ്ങനെ എത്തി? മോനെന്താ? മോനെന്താ ഈ കൂലിപ്പണിക്കാരന്റെ വേഷത്തിൽ? പറയടാ, നിനക്കിവിടെ എന്താണ് ജോലി? സേതു ഇവിടുത്തെ ഒരു ചുമട്ട് തൊഴിലാളിയാണ് അമ്മേ. ചുമട്ട് തൊഴിലാളിയാണെങ്കിലും ഞാൻ അന്തസ്സായിട്ടാണ് അമ്മ കഴിയുന്നത്. പട്ടിണി കിടന്നു ഉള്ളതെല്ലാം വിറ്റുപറിക്കുകയും നിന്നെ പഠിപ്പിച്ചത് ഈ നിലയിൽ കാണാനാണോ മോനെ? നിന്നെ പഠിപ്പിക്കാൻ രാപ്പകൽ അധ്വാനിച്ച ആ മനുഷ്യൻ തളർവാദം പിടിച്ചു കിടക്കുന്നു. അദ്ദേഹം ഇത് കേട്ടാൽ നെഞ്ചു പൊട്ടി മരിച്ചു പോകും. ഞാൻ മാത്രമല്ലമ്മേ, നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ജോലിയില്ലാത്ത ആൾക്കാരും കൂലിപ്പണിയെടുത്താണ് പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടുന്നത്. എന്റെ പൊന്നുമോൻ ചുമടെടുത്ത കാശ് കൊണ്ടാണോടാ ഞങ്ങൾ ഇത്രയും നാൾ ആഹാരം കഴിച്ചത്? നീ എന്തുകൊണ്ട് ഇത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല? നീ എന്തിനാ വലിയ ഉദ്യോഗസ്ഥനായി ഞങ്ങളുടെ മുമ്പ് അഭിനയിച്ചത്? എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അച്ഛന്റെ അമ്മയുടെ ആശ്വാസത്തിന് വേണ്ടി. വരുമേ പോകാം. ഇല്ലടാ, ഞാൻ എങ്ങും വരുന്നില്ല. ചെല്ലു അമ്മേ. വരുന്നേ. കേട്ടോ ഗോപാല, നാളെയാണ് ബോണസിനെ കുറിച്ചുള്ള തീരുമാനം. എന്തൊക്കെ ആയാലും കഴിഞ്ഞ തവണത്തെക്കാളും 10% കൂടുതൽ കിട്ടണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. നമ്മളെല്ലാം ഒന്നിച്ചു നിന്നാൽ എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാം. കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ കൂടുതൽ ലാഭമാണ് ഈ വർഷം മുതലാളി കിട്ടിയിരിക്കുന്നത്. എന്തോ നാടാ ഒരു ഗൂഢാലോചന. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നാളെ തൊട്ട് കമ്പോളത്തിൽ പണിയെടുക്കില്ല. നിന്നെ പോലുള്ള കൂലിപ്പടയെ പേടിച്ചോടുന്ന പട്ടിയിലാണ് അവിടെ തൊഴിലാളി. ഇത് സേതുവിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കേണ്ട പ്രമാണമാണ്. ഇപ്പോഴത്തെ ശമ്പള നിരക്കിൽ തന്നെ 5 വർഷത്തേക്ക് ശമ്പള കൂടുതൽ ആവശ്യപ്പെടാതെ ജോലി ചെയ്തു കൊള്ളാമെന്നാണ് ഇതിന്റെ ഉള്ളടക്കം. പത്രം ഇംഗ്ലീഷിലായതുകൊണ്ട് അവന് വായിച്ചാൽ മനസ്സിലാവുകയില്ല. അതാണ് ശേഖരൻ മുതലാളിയുടെ ബുദ്ധി. വെരി ഗുഡ്. ഈ പ്രമാണത്തിൽ ഒപ്പിട്ട് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്താ മുതലാളി സേതു വന്ന് കാത്തു നിൽക്കുന്നു. വരാൻ പറയും. സേതു വന്നു. ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഇരിക്കൂ. നീ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ എവിടെല്ലാം തിരക്കി. ലാസ്റ്റ് അവർ ക്ലാസ്സിലായിരുന്നു. ഐ എം സോറി. ചുമ്മാ ചോദിച്ചെന്ന്. ശാന്തി, ഞാൻ കുറച്ചു നാളായി ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. പ്ലീസ്, ഷാജി എന്നെ ഉപദ്രവിക്കാൻ വരരുത്. മറ്റു പെൺകുട്ടികളെ കാണുന്നത് മാതിരി ഷാജി എന്നെ കാണരുത്.
പ്ലീസ് ലീവ് മീ അലോൺ. അല്പ ചോറ് ഞങ്ങൾക്കും കിട്ടിയാ കൊള്ളായിരുന്നു. ഓ കേട്ടില്ല. ആർക്കാടാ ചോറ് വേണ്ടത്? ഞങ്ങൾക്കാ. ചോറ് കിട്ടിയില്ലെന്ന് കണ്ടോണ്ടിരുന്നാ മതിയായിരുന്നു. ആർക്കാടാ കണ്ടോണ്ടിരിക്കേണ്ടത്? കണ്ടോണ്ടാണ് നീയൊക്കെ വിശപ്പ് മാറ്റുന്നത്. ഫു, പട്ടികള്. തുപ്പിൽ തെറിക്കഴിഞ്ഞ ദൈവാധീനം. പതക്കെ നടക്ക്, ഭൂമി വിൽക്കാതെ. ശ്രീദേവിക്ക് ഇത്രയും ചുണയുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാ ഞാൻ അറിയുന്നത്. അവൾ എന്റെ പെങ്ങളാ കുഞ്ഞാലി. കുഞ്ഞാലിക്ക, ഞാനിപ്പോ വരാം. നല്ല നേരം. അയ്യോ പോയി. അയ്യോ, എന്ത് പറ്റി? അയ്യോ പോയി. അയ്യോ പോയല്ലോ ദൈവമേ. അയ്യോ എന്റെ മോതിരം പോയി. അയ്യോ എന്റെ മോതിരം പോയി ദൈവമേ. അയ്യോ 1.5 പവനുണ്ടായിരുന്നേ. അയ്യോ, 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 ഓടി വരണേ, ഓടി വരണേ. അയ്യോ, അയ്യോ, ഓടി വരണേ, അയ്യോ, 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 ഓടി വരണേ, ഓടി വരണേ, താരയില്ലേ? അയ്യോ, 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 എന്റെ മാല പിടിച്ചോണ്ട് പോയേ. അയ്യോ, അയ്യോ. എത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ കാര്യം നടക്കണം. ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടിടത്തോളം കുഞ്ഞാലിയും സേതുവും ഒരു പ്രശ്നമാകാനിടയില്ല. എന്തു പറയുന്നു വിക്രമൻ? എപ്പോൾ, എന്ന്, എവിടെ വെച്ച് എന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. നീ പോയി മുതലാളിയോട് വരാൻ പറ. ചാകുന്നെങ്കിൽ ചാകട്ടടാ. എന്ത് തൊഴിലാളികൾ ബഹളമുണ്ടാക്കുന്നു? ചേടാ അത് കൊള്ളാമല്ലോ. ഇത് കേട്ടാ തോന്നും ഞാനാണ് ചാക്ക് കേട്ടിട്ടതെന്ന്. അവന്മാരോട് പോകാൻ പറയടാ റാസ്കൽസ്. ഞങ്ങളുടെ ക്ഷേമനിധിയിൽ നിന്ന് അത്യാവശ്യമൊക്കെ ഒരു രൂപ വേണം. ക്ഷേമനിധിയോ? അതെ, ഞാനിവിടെ താമസിക്കാവുന്നതല്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കണ്ട തെണ്ടുകൾക്ക് വാരിക്കൂരി കൊടുക്കാനുള്ളതല്ല. എന്തോ ചെയ്തു ചെയ്തു ഇപ്പൊ പൊക്കോളൂ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കിക്കൂടെ? ഡാഡി ഇത്ര മനുഷ്യത്വമില്ലാത്തവനാണോ? നീ ആരെ എന്നെ ഉപദേശിക്കാൻ? ഉപദേശിച്ചതല്ല, ഒരു സത്യം പറഞ്ഞതേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ട. ഒരേത്തോ നാളെ കുറെ തെണ്ടികൾ എനിക്കെതിരായി പണിമുടക്കുന്നു. കുഞ്ഞാലിയും സേതുവുമാണ് അവരുടെ നേതാക്കന്മാർ. ഇനി നമുക്ക് ബിസിനസ്സിലേക്ക് കടക്കാം. നാളെ ഈ സമയം അവന്മാരുടെ ശവശരീരത്തിന് മേളിൽ നിന്നായിരിക്കും ഞാൻ മദ്യപിക്കുന്നത്. അയ്യോ അത് വേണ്ട. അവർ കൊല ചെയ്യപ്പെട്ടാൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഞാനായിരിക്കും. എനിക്ക് ക്ഷമയില്ല. എന്റെ ജോലി എന്താണെന്ന് പറയൂ. ലോറികളും ഗോഡവണും എന്റെ ആളുകൾ തന്നെ തീവച്ചോളൂ. വിക്രമൻ എന്റെ ആളുകളിൽ ഒരാളെ ആരും അറിയാതെ തട്ടിക്കളയാൻ. വിക്രമ, തീവെപ്പും കൊലപാതകവും നടത്തിയതിന് കുഞ്ഞാലിയെയും സേതുവിനെയും കൊലമരത്തിൽ കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. വെരി ഗുഡ് ഐഡിയ. യു ആർ റിയലി ഗ്രേറ്റ്. അപ്പോ നമുക്ക് നാളെ കാണാം. ഓക്കെ? ഹലോ ഹലോ, പ്ലീസ് ബി സീറ്റഡ്. എന്താ വിശേഷിച്ച്? എനിക്ക് പോലീസിന്റെ സഹായം കൂടാതെ പുറത്തിറങ്ങി നടക്കാൻ പോലും സാധിക്കുന്നില്ല സാർ. വാട്ട് ഡു യു മീൻ? മരിച്ചവനോടുള്ള സ്നേഹം കൊണ്ടല്ല സാർ. എന്റെ ലോറികളും ഗോഡവണും തീവച്ച് നശിപ്പിക്കാനും എന്നെയും എന്റെ ആൾക്കാരെയും തല്ലിച്ചതയ്ക്കാനുമാണ് നാളത്തെ ഹർത്താൽ. ഏയ്, അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. അല്ല സാർ, എനിക്ക് ഭയമാകുന്നു. എന്റെ ജീവനും സ്വത്തിനും ആപത്ത് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് അവരെ കസ്റ്റഡിയിൽ നിയമത്തിന്റെ ദൃഷ്ടിയിൽ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിരപരാധികളെ അറസ്റ്റ് ചെയ്യലല്ല പോലീസിന്റെ ജോലി. ഞാൻ വളരെ മാന്യനായ മനുഷ്യനാണ് സാർ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എനിക്കെതിരെ അവർക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ മിസ്റ്റർ ശേഖരൻ, നാളെ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകില്ല. ഞാൻ ഏറ്റു. എന്റെ മോനിനി എന്ത് ജോലി ചെയ്താലും എനിക്കൊരു പരാതിയില്ല. അമ്മേ, നമുക്ക് അച്ഛനും അനിയത്തിമാരെയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറയും. എന്താ അമ്മയും മോനോട് കിന്നാരം? വാ ചന്തയിലോട്ട് പോ. ഞാൻ കുളിച്ചില്ല. പോയി കുളിച്ചിട്ട് വാ. ഈ തോർത്തിങ്ങനെ ഇതിപ്പോ നനയ്ക്കണ്ട.
എന്താണ് അതിന്റെ പേര്? ഗോപാലൻ. പിന്നെ വളരെ അടുത്ത സ്നേഹമുള്ള ആശാനെന്ന് വിളിക്കും. സാറൊന്ന് വിളിച്ചാൽ മതി. എന്താണ് ഇവിടെ ഗൂഢാലോചന? നീയൊക്കെയാണോ നടത്ത തീവപ്പുകാർ? ഞാൻ സേതുവിനെ കാണാൻ വന്നതാ. ആരാ സേതു? വിളിക്കടാ. നീയാണോ ചന്ദന ചട്ടമ്പി? ഞാൻ ഇവിടുത്തെ ഒരു ചുമട്ട് തൊഴിലാളിയാണ്. നിനക്ക് ശേഖരമലയുടെ ലോറിയും ഗോഡൌണും തീപിക്കണം അല്ലടാ? അല്ല, പണിമുടക്ക് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നീയാണോ ന്യായവും അന്യായവും തീരുമാനിക്കാൻ? മജിസ്ട്രേറ്റോ? മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ ആഴ്ചന്റെ ഭാര്യയിൽ ഒടിച്ചളെ. മാറല്ലേ? ഇവനെ ജീവനോടെ വേണമെങ്കിൽ നാളെ പണിമുടക്ക് സ്ഥലത്ത് കാണരുതെന്ന് പറഞ്ഞേക്ക്. അദ്ദേഹം വന്നു തോന്നുന്നു. ഗുഡ് ഈവനിങ് ഇൻസ്പെക്ടർ സാർ. മധു, നീ കാരണം എനിക്കിപ്പോ ജോലി തുടരാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. മധു, അന്ന് നീ എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ ആരോടും ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ല. നിനക്ക് ഞാനൊരു ശല്യമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. കുഞ്ഞിക്ക, നിന്നെ കുറിച്ച് ധാരാളം കംപ്ലൈന്റ്സ് കമ്മീഷണർ കിട്ടിയിട്ടുണ്ട്. നാളെ യാതൊരു കാരണവശാലും നീ പണിമുടക്ക സ്ഥലത്ത് കാണാൻ പാടില്ല. മധു, നീ അല്പം കൂടെ ആലോചിച്ചിട്ട് സംസാരിക്കും. തൊഴിലാളികളെ പണിമുടക്കിന് ഇറക്കി വിട്ടിട്ട് ഞാൻ വീട്ടിലിരിക്കുന്നത് ശരിയാണ്? മുതലാളിയുടെ ആൾക്കാർ ഞങ്ങളുടെ പണിയെടുത്താൽ പിന്നെ ഞങ്ങൾ പണിക്കവിടെ പോകും. അതൊന്നും എനിക്കറിയണ്ട. നാളെ സംഘർഷമുണ്ടാകാതെ നോക്കേണ്ടത് എന്റെ ജോലിയാണ്. നിനക്ക് നിന്റെ ജോലി നോക്കാം, എനിക്ക് എന്റെ ജോലി നോക്കാൻ പാടില്ലേ? ഞാനവിടെ പോകാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോ നീ പോവല്ലേ? ആ, എന്നാ പൊയ്ക്കോ. ശാന്തി, തിരുവള്ളം കൊണ്ടുവരൂ. ആ, നീങ്ങി വന്നേ. വാ. ജോലി ഒന്നും ചെയ്യരുത് കേട്ടോ. 1-ാം തീയതി വന്നേക്ക്. ശമ്പളം വേണമെന്ന് പറഞ്ഞ് തന്നേക്കാം. അത് തരുമെന്ന് എനിക്കറിയാമല്ലോ. എന്റെ ജോലിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നു. ഉണ്ട്. നിന്നോട് പെട്രോൾ വാങ്ങാൻ പറഞ്ഞിട്ട് നീ വാങ്ങിക്കൊണ്ട് വന്നോ? അതിന് പോകാൻ തുടങ്ങിയപ്പോഴാ കുഞ്ഞ് തുണി അലക്കാൻ പറഞ്ഞത്. എന്നിട്ട് അപ്പോഴാണ് ഷാജി കുഞ്ഞ് ബൈക്ക് തുടയ്ക്കാൻ പറഞ്ഞത്. തുടച്ചോ? അപ്പോഴാ കുഞ്ഞ് ചെരുപ്പ് പോളിഷ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് അപ്പോഴാ മുതലാളി പെട്രോൾ വാങ്ങാൻ പറഞ്ഞത്. ഇനി ഇപ്പൊ ടിന്നെടുക്കുന്നു, പെട്രോൾ വാങ്ങുന്നു, വണ്ടിയിൽ ഒഴിക്കുന്നു, വണ്ടി പോകുന്നു, മുതലാളി പോകുന്നു. അപ്പോൾ ഞാൻ എന്റെ കൈ ഉയർത്തുന്നു, നിന്റെ ചെവിക്കുറ്റിക്കും തരുന്നു. ഞാൻ ഓടുന്നു. പാവം. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ മടിക്കുന്ന ഈ മുതലാളി വർഗത്തിനെതിരെ നാം ഇന്ന് ചെയ്യുന്ന ഈ സമരം പരിപൂർണമായും സമാധാനപരമായിരിക്കണം. മരിച്ചുപോയ നമ്മുടെ തൊഴിലാളി സുഹൃത്തായ ഷംസുവിന്റെ ജീവൻ ഈ സമരം കൊണ്ട് തിരിച്ചു കിട്ടില്ലെന്ന് അറിയാമെങ്കിലും മറ്റൊരു തൊഴിലാളിയുടെ കുടുംബത്തിന് ഷംസുവിന്റെ കുടുംബത്തിന്റെ ഗതി വരരുത്. നമ്മുടെ വശത്തു നിന്നും യാതൊരു അക്രമ പ്രവർത്തനങ്ങളും ഉണ്ടാകാതെ നോക്കേണ്ടത് ഇവിടുത്തെ ഓരോ തൊഴിലാളിയുടെയും കടമയാണ്. നശീകരണമല്ല നമ്മുടെ ലക്ഷ്യം. ഈ ബന്ദ് പരിപൂർണമായി വിജയിപ്പിക്കുവാൻ ഞാൻ എല്ലാ തൊഴിലാളികളെയും ആഹ്വാനം ചെയ്യുന്നു. ഏതായാലും ബന്ദ് വിജയമായിരിക്കും. വിചാരിച്ചു പോയ സംഗതി നടന്നു, അത് മതി. നീ ആരടാ? മാറി നിൽക്ക്. ഞങ്ങൾക്ക് ലോറി എടുക്കണം. ഇന്ന് ഹർത്താലാണ്. ആരെയും ലോറി എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എടുക്കുന്നവരുടെ കൈ ഞങ്ങൾ അരിഞ്ഞു വീഴ്ത്തും. നീ ആരടാ? മാർക്കറ്റിലെ മജിസ്ട്രേറ്റ്. കാണാം ഞാൻ ആരാണെന്ന് വണ്ടി എടുക്കുമ്പോൾ നീ മനസ്സിലായിക്കൊള്ളു.
വെടിതീർന്നേ, തൊഴിലാളി വന്ന് വെടിതീർന്നേ. ചെന്ന് കമ്പോളത്ത് നോക്ക്, ബന്ധവിടെ പൊട്ടിക്കിടക്കുക. ആ എന്റെ മുതലാളി സിന്ദാബാദ്. മുതലാളി 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 പൊട്ടി പൊളിഞ്ഞു പോയി മുതലാളി, പൊട്ടി പാളീഷായി. എന്തോന്ന്? അവന്മാരുടെ പന്ത് അല്ലല്ല ബന്ത്. ഇത് നേരാണോടാ? ആ കമ്പം പൊട്ടുന്നത് പോലെ 8 നില പൊട്ടി. ആ കാണാൻ എന്തൊരു ശേലെ. അപ്പോൾ നമ്മൾ ജയിച്ചല്ലോടാ. മുതലാളിക്ക് സംശയമാണെങ്കിൽ കാരെടുത്ത് കമ്പോളത്തിനുള്ളിൽ ഒറ്റ ഒരുത്തൻ കടബോധം തുറന്നിട്ടില്ല, അവിടെങ്ങും ഒരീച്ച പോലും പറക്കത്തില്ല. മുതലാളി ഇപ്പോഴും മധുരമുള്ള ചായയാണോ കുടിക്കുന്നത്? ഞാൻ ഡോക്ടറോടൊന്ന് പറയട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. കൊല്ലപ്പെട്ടയാൾ നിന്റെ ആരാണ്? ഞങ്ങൾ വർഷങ്ങളായി ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. സംഘട്ടത്തിനിടയിൽ അവരെങ്ങനെയാ കുത്തേറ്റത്? ഞങ്ങളാരും ഇന്നലെ പണിമുടക്കി പങ്കെടുത്തിട്ടില്ലായിരുന്നു. ഹർത്താലിന്റെ അന്ന് പണി ചെയ്യുന്നവരെ കാച്ചുകളയുമെന്ന് കുഞ്ഞാലിക്ക പറഞ്ഞിരുന്നു. മാറില്ലടാ. മൂന്നര കാര്യം പറ. ഞങ്ങൾ രാവിലെ ജോലിക്ക് വരികയായിരുന്നു. എന്റെ മുൻപിലിട്ടാണ് കുഞ്ഞാലി എന്റെ കൂട്ടുകാരനെ കുത്തിക്കൊന്നത്. ചോര ഒലിച്ച് അവൻ എന്റെ കയ്യിൽ കിടന്നാണ് മരിച്ചത്. സാർ, അവൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ എന്നെയും കുത്തിക്കൊല്ലും. ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. വെരി ഗുഡ്, മിടുക്കൻ. ഇതാ 1000 രൂപയുണ്ട്. ഐ ആം വെരി സോറി മിസ്റ്റർ വധു. നിങ്ങൾ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കൊലപാതകവും കൊള്ളവയ്പും ഒഴിവാക്കാമായിരുന്നു. സാർ, ഞാൻ ഇന്നലെ രാത്രിയിൽ എല്ലാ നടപടികളും എടുത്തിരുന്നു. മിസ്റ്റർ ശേഖരനും അക്രമങ്ങൾ ഒഴിവാക്കാൻ ചിലതൊക്കെ ചെയ്യാമായിരുന്നു. നോ നോ, എത്ര പേരുടെ ജീവനാണ് പോലീസിൽ ഇപ്പോൾ സമാധാനം പറയേണ്ടി വന്നിരിക്കുന്നത്? ഇന്നലെ രാത്രി കുഞ്ഞാലിയെ തന്ത്രപൂർവ്വം ഞാനൊരു മുറിക്കകത്തിട്ട് പൂട്ടി. ആരാണ് ഈ കുഞ്ഞാലി? എന്താണ് നിങ്ങൾ അവനും തമ്മിലുള്ള ബന്ധം? കളങ്കമില്ലാത്ത സ്നേഹബന്ധമായിരുന്നു ഞങ്ങളുടേത്. ആ, ബൈ ദ വൈ മിസ്റ്റർ മധു സാർ, ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്ന കള്ളക്കടത്തിന്റെ കേസ് ഫയൽ തമിഴ്നാട് പോലീസ് അയച്ചു തന്നിട്ടുണ്ട്. ഇതാ. കേസിനെ സംബന്ധിക്കുന്ന പൂർണ്ണ വിവരങ്ങൾ ഇതിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് ഒരു കോൺസ്റ്റബിളിനെ കൊലപ്പെടുത്തുകയും സ്വരങ്ങൾ പാടും കടലോര കാറ്റതിലൂറും അക്കാട്ടിലിക്കാറ്റിൽ അമ്മാനമാടുന്നു. കുളിരളകും നവപുളകം പൂവാം കുരുന്നേ നിൻ തളിരോലും തൂനെറ്റി തന്നിൽ തങ്ക നിറമേലും കവിളോരം നാണം വീണ ഗാനം നീട്ടുന്നു. പണമൂടും മാറിൽ കടലലകൾ നഖലീലാജാലം തുടരുകയോ രതിനാഗം പോലിഴഞ്ഞാടുകയോ. മണമൂടും മാറിൽ കടലലകൾ നഖലീലാജാലം തുടരുകയോ രതിനാഗം പോലിഴഞ്ഞാടുകയോ. ചെറുജല
കണമണി ഉടലിതിൽ അടിമുടി ഉതിരുമൊരനിതര മദരസ സുഖമൊടു നീ ഇന്ന് വിരിമാറിൽ തെന്മുല്ല കൊടി പോലെ ചേരൂ ദേവി ചേരൂ എന്റെ ദേവി. നിറദീപം പൂക്കും മിഴിയിണയിൽ ശലഭം പോലെന്നും കുരുതി തരും ഇവനോരോ മോഹങ്ങളോ മലിനായി. നിറദീപം പൂക്കും മിഴിയിണയിൽ ശലഭം പോലെന്നും കുരുതി തരും ഇവനോരോ മോഹങ്ങളോ മലിനായി. ചിരിയുടെ തളിരുകൾ ഉണരുമി അധരവും അതിലല ഇളകുമി അസുലഭ മധുരവും ഇന്നെന്നിൽ പകരോ നീ ആരോരും അറിയാതെ ദേവി 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 എന്റെ ദേവി. ഓളം സ്വരങ്ങൾ പാടും കടലോര കാറ്റതിലൂറും അക്കാറ്റിലിക്കാറ്റിലമ്മാനമാടുന്നു കുളിരളകം നവപുളകം പൂവാം കുരുന്നേ നിൻ തളിരോലും തൂനെറ്റി തന്നിൽ തങ്കനിറമേലും കവിളോരം നാണം വീണഗാനം മീട്ടുന്നു. ചേട്ടാ നീ അവനെ തുറന്നിട്ടുണ്ടോ? ഈ കുഴപ്പം എല്ലാം ഉണ്ടായത്. ചേട്ടാ കുഞ്ഞാലിക്കയുടെ സങ്കടം കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ ഞാനിവിടെ ഇല്ലാത്ത പോയവരോടി മേലാൻ അവനോട് വരാനും പച്ചവെള്ളം കൊടുക്കാനും ഇടയായിരുന്നു. ചേട്ടാ നീ വിചാരിക്കും പോലെയല്ല, അവനിന്ന് 2 കൊലക്കേസിലെ പ്രതിയും കള്ളക്കടത്തുകാരനും കൂടിയാണ്. കുഞ്ഞാലിക്കയ്ക്ക് ഒരിക്കലും ഒരു കള്ളക്കടത്തുകാരനോ കൊലപാതകയോ ആകാൻ കഴിയില്ല ചേട്ടാ. പോലീസിന് വ്യക്തമായ എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. 2 ദിവസത്തിനകം ഞാൻ അവനെ അറസ്റ്റ് ചെയ്യും. കൊലമരവും കാത്തടിയുന്ന കൊലയാളിയാണ് അവൻ. അവന് വേണ്ടി വാദിക്കുന്നവരാരായാലും ശരി, ഈ വീട്ടിൽ സ്ഥാനമില്ല. കുഞ്ഞാലിക്ക എങ്കിലും എന്റെ കുഞ്ഞാലിക്ക ഒരു കൊലപാതകയും കള്ളക്കടത്തുകാരനുമാണെന്ന് കേട്ടപ്പോ എന്റെ മനസ്സ് മരവിച്ചു പോയി. എനിക്ക് വേണ്ടി എന്റെ പെങ്ങളെ നീ സങ്കടപ്പെടില്ല. എന്റെ പെങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. കൊള്ളക്കാരനാണ് ഞാൻ, പക്ഷേ കൊലപാതകയല്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങനെ ആകേണ്ടി വന്നു. ചേട്ടൻ പറഞ്ഞത് ശരിയാണല്ലേ? ഞാൻ ഒരിക്കലും കുഞ്ഞാലിക്കോട് മിണ്ടില്ല. എന്നെ കാണാൻ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട. എന്റെ പൊന്നു പെങ്ങൾ എന്നോട് ക്ഷമിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് May I come in, sir? Yes, come in. Please be seated. Thank you, sir. പേര് മധു എന്നല്ലേ? Yes, sir. 2 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് കാണാതെ പോയ ഷിപ്പിന്റെ പേര് കൈരളി. That's right. പഞ്ചാബിന്റെ തലസ്ഥാനം ചണ്ഡീഗഡ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് ഇന്ദിരാഗാന്ധി. അമേരിക്കൻ പ്രസിഡന്റ് അറിയാത്ത ഒരാൾ ഈ ജോലിക്ക് യോഗ്യനല്ല. അമേരിക്കൻ പ്രസിഡന്റ് റീഗനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകളുടെ ഭാഗവരന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ജോലി എനിക്ക് തരുമോ? സോറി മിസ്റ്റർ മധു, നിങ്ങൾക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ല. ഉണ്ട് സാർ, ആവശ്യത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. ജോലി ചെയ്തില്ല, അന്വേഷിച്ചു. ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഓഫീസേഴ്സ് വിളിച്ച് ഇന്റർവ്യൂ കോൾസ് ഈ ഫയലിലുണ്ട്. ദാ കുഞ്ഞാലി, കുഞ്ഞാലി, കുഞ്ഞാലി എന്നെ ഓർക്കുന്നില്ലേ? അന്ന് മാർക്കറ്റിലുണ്ടായ കൂലിത്തർക്കത്തിൽ നിന്നും
നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ട് സാർ. നമസ്കാരം സാർ. നമസ്കാരം. ആ, അതൊക്കെ പോട്ടെ, ഇവിടെ എന്തിനു വന്നു? ഞാൻ വന്നത്... വരൂ, എന്റെ റൂമിലിരുന്ന് സംസാരിക്കാം. മധുവിന് SI സെലക്ഷൻ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതല്ലാതെ മറ്റൊരു മാർഗമില്ല. അതിനിപ്പോ 10,000 രൂപയ്ക്ക് ഞാൻ എവിടെ പോകും സാർ? രൂപ കുഞ്ഞാലി സംഘടിക്കണം. കാര്യം ഞാൻ സഹായിച്ചു തരാം. ശരി സാർ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇത്തവണ ജോലി ഒത്തു കിട്ടിയെന്ന് നിന്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. കുഞ്ഞാലി, ഇത്തവണ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. നിന്നോടൊപ്പം കൂലിപ്പണിക്ക് വരാൻ എന്നെ അനുവദിക്കണം. മധു, നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ അച്ഛൻ എന്നെ മടിയിലിരുത്തി വാരിത്തന്ന ചോറിന്റെ രുചി എന്റെ നാവിൽ നിന്ന് മാറിയിട്ടില്ല. നിന്നെ ഒരു വലിയ ഉദ്യോഗസ്ഥനായി കാണണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മോഹം. ഈ കുഞ്ഞാലിക്ക് ജീവനുണ്ടെങ്കിൽ അത് നടക്കും. നീ വരൂ. ആശാനോ? ഹായ്, ഇരിക്ക്. ഭയങ്കര കൊതു. പിന്നെ ആ കാശിന്റെ കാര്യം വല്ലതും ശരിയായോ? പരിചയമുള്ള എല്ലാവരോടും ഞാൻ ചോദിച്ചു, പക്ഷെ ഒരു രക്ഷയുമില്ല. എങ്ങനെയും മധുവിന് ഞാൻ ആ ജോലി വാങ്ങിക്കൊടുക്കും. നമ്മൾ ഇന്നലെ കണ്ട കള്ളക്കടത്തുകാരൻ, അയാൾ തന്ന സാധനം അതിർത്തി കടത്തി കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള കാശ് കിട്ടും. വാശാന് വാ വാ പോ. ആ കള്ളക്കടത്തുകാരൻ നിന്ന് കെട്ട് അയാൾ പറഞ്ഞ കാറുകാരൻ തന്നെ ഏൽപ്പിച്ചു. പക്ഷേ പെട്ടെന്ന് ആ കാർ പോലീസ് വളഞ്ഞു. അവരുടെ വെടിയേറ്റ് ഒരു പോലീസുകാരൻ മരിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്യാൻ കുഞ്ഞാലിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇന്ന് എന്നെ കുറ്റവാളി എന്ന് വിളിക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കാൻ വേണ്ടി എനിക്ക് ആദ്യത്തെ തെറ്റ് ചെയ്യേണ്ടി വന്നു പെങ്ങളെ. മാറുണ്ടായിരുന്നു. ഏതായാലും ഉർവശാവ ഉപകാരമായി. അതുകൊണ്ടായിരുന്നു ഒരു പുതിയ മനുഷ്യനാണോ നീ പറയുന്നത്? അതേന്ന് പുള്ളിക്കാരന്റെ അച്ഛൻ ഷാജിക്ക് തിരക്കിട്ടൊരു വിവാഹാലോചന നടത്തുകയാണ്. ശാന്തിയല്ലാതെ മറ്റാരും വിവാഹം കഴിക്കില്ലെന്ന പുള്ളിക്കാരന്റെ പിടിവാശി. അതിന് ഷാജി മാത്രം വിചാരിച്ചാൽ പോരല്ലോ. ദേ വരുന്നു, ഞാൻ പോണു. ഞാൻ ശാന്തിയോട് വളരെ ക്രൂരമായി പെരുമാറിയിട്ടുണ്ട്. റിയലി ഐ എം സോറി അബൌട്ട് ഇറ്റ്. ഞാൻ കാരണമാണ് ഷാജിയുടെ പഠിത്തം മുടങ്ങിയതെന്ന് എനിക്കറിയാം. അന്തസ്സുള്ള ഏതൊരു പെണ്ണും ചെയ്യുന്നതേ ശാന്തിയും ചെയ്തിട്ടുള്ളൂ. കുറ്റം മുഴുവൻ എന്റെ ഭാഗത്താണ്. ഞാൻ പോട്ടെ, സമയായി. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ ശാന്തിയുടെ ചേട്ടനെ കാണാനായിട്ടിരിക്കുക. ഞാൻ ഈ സംഭവങ്ങളൊന്നും ചേട്ടനോട് പറഞ്ഞിട്ടില്ല. ഈ സംഭവങ്ങളെ പറ്റി പറയാനൊന്നുമല്ല, എന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എനിക്ക് ചേട്ടനുമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ പോട്ടെ ഷാജി. ഈ കൈയോടുള്ള തട്ടിക്കളിയൊന്നും ശങ്കുവത്ര പിടിയില്ല കുഞ്ഞെ. കുഞ്ഞെ, ഈ കാരാമകളി എപ്പോഴാ ഒന്ന് നിൽക്കുന്നത്? കണ്ണടച്ചിട്ട് അയ്യോ കാലൻ. വരൂ ലേഖേ, നമുക്ക് അല്പം ക്യാരംസ് കളിക്കാം. ഈ മനുഷ്യൻ ആരാണ്? നിനക്കറിയില്ലേ? വിക്രമൻ. ആരായാലും ഇയാൾ വൃത്തികെട്ടവനാണ്. വിക്രമൻ, നിനക്കറിയാമോ ലേഖ ആരാണെന്ന്? നന്നായിട്ടറിയാം. നിങ്ങളുടെ മകൾ. സൗന്ദര്യ വസ്തുക്കൾ വെറുതെ കണ്ട് ആസ്വദിക്കുന്നതിൽ ഞാൻ രസം കണ്ടെത്താറില്ല. നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതിന്റെ ആവശ്യം എന്താണെന്ന് നിനക്കറിയാം. വേണ്ടി വന്നാൽ നിന്നെ അവസാനിപ്പിക്കാൻ മറ്റൊരു വിക്രമനെ കണ്ടുപിടിക്കാൻ ഞാൻ മടിക്കില്ല. ശേഖരൻ മുതലാളിയെ വിക്രമന് നന്നായിട്ടറിയാം. വിക്രമനെ മുതലാളിയും അറിയുന്നത് നന്ന്.
ഷാജിയോ? ഫ്രണ്ടിലെ കഥ തുറന്നു കിടന്നു. അവിടെ ആരെയും കാണുന്നില്ല. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ശാന്തി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. സാമാന്യ മര്യാദയ്ക്ക് എന്നോട് ഇരിക്കാനെങ്കിലും പറഞ്ഞുകൂടെ? ഇരിക്കൂ. താങ്ക് യു. ഷാജി കൂടെ കൂടെ ഇവിടെ വരുന്നത് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണയ്ക്കിട വരും. ഉപദ്രവിക്കണമെന്ന് കരുതിയല്ല, കാണണമെന്ന് തോന്നിയാൽ പിന്നെ ഞാനൊന്നും ആലോചിക്കാറില്ല, ഇങ്ങ് പോരും. എന്റെ സ്ഥിതി ഷാജിക്ക് അറിയാൻ പാടില്ല. എന്റെ കുഞ്ഞാലിക്ക ഒളിവിലാണ്. ചേട്ടനാണെങ്കിൽ പിടിച്ചേ അടങ്ങുന്ന വാശിയിലാണ്. എന്റെ ദുഃഖം ആരോട് പോയി പറയും? ശാന്തിയുടെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓരോരുത്തരുടെ വിധി ഓരോ വിധത്തിലല്ലേ. അപ്പോ ചേട്ടൻ എപ്പോഴാ വരിക? ചേട്ടൻ കുറച്ച് ലേറ്റായിട്ടേ വരൂ. എന്നാൽ മറ്റൊരു ദിവസം ചേട്ടനുള്ളപ്പോ വരാം. പോട്ടെ. ഞാൻ പോട്ടെ അമ്മേ. മോനെ, ജോലി കഴിഞ്ഞോണ്ട് മോനിഞ്ഞു പോരണം. ചുമ്മാ യൂണിയൻ മഴക്ക് നമുക്ക് വേണ്ട കേട്ടോ. എന്തായാലൊക്കെ എന്ത് പറ്റി? ഞാൻ എന്നേക്കുമായി എന്റെ വീട് ഉപേക്ഷിച്ചു. ഇന്നു മുതൽ ഇതാണ് എന്റെ വീട്. ലേഖ, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ലേഖ വീട്ടിലേക്ക് പോയിക്കോളൂ. മോള് വീട്ടിലേക്ക് പോകും. എന്റെ വീട്ടിലെ സാഹചര്യം അമ്മയ്ക്കറിയില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാം, പക്ഷേ വീട്ടിലേക്കല്ല. മോളെ, മോളെ, നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. മോളെ, നീ അകത്തേക്ക് വാ. അമ്മേ, നീ പോടാ അവിടുന്ന്. ഒരു ഉപകാരം ചെയ്യാവോ? എന്താ? എന്റെ വീല് പഞ്ചറായി പോയി. മുതലാളി വരുന്നതിന് മുമ്പ് ശരിയാക്കിയില്ലെങ്കിൽ എന്റെ ജോലി പോകും. ആ ജാക്കി ഒന്ന് തരാവോ? അതിനെന്താ, തരാമല്ലോ. വളരെ ഉപകാരം. ചില്ലയെല്ലാം കാക്ക തൂറിയിട്ടിരിക്കുന്നു. എന്താ തുടച്ചു കളയാത്തത്? തുടങ്ങി. അശാനെ ഒരു 5 രൂപ കഴിഞ്ഞു. മുതലാളി വരുമ്പോ തരാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ വണ്ടി ഒന്ന് സൂക്ഷിച്ചേക്കണം. ധാരാളം കള്ളന്മാരുള്ള സ്ഥലമാ. വണ്ടി പോവും. ശരി, വാങ്ങിക്കോളാം. തീപ്പെട്ടിയുണ്ടോ? അത് എന്തോന്ന് തീപ്പെട്ടിയാ? പെട്ടി സാറ് വെച്ചോ, എടുത്തു.
സഹതാപവും നോക്കിയാണെങ്കിൽ നമ്മൾ തമ്മിൽ അടുക്കുകയില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ല, ഇന്ന് വരെ നീ ജീവിച്ച ചുറ്റുപാടുകൾ നാളെ നിനക്ക് പൂർണ്ണമായും മറക്കേണ്ടി വരും. അന്ന് വിഷമമുണ്ടാകരുത്. ഒരു നിമിഷത്തിന്റെ ആവശ്യം കൊണ്ടൊന്നുമല്ല ഞാൻ സേതുവിനെ സ്നേഹിച്ചത്. എല്ലാം ആലോചിച്ചിട്ടാണ്. ഇന്നത്തെ ചുറ്റുപാടിൽ ഞാനും നിന്റെ അച്ഛനും ശത്രുക്കളാണ്. നീ എന്നെ വിവാഹം ചെയ്താൽ നാളെ അച്ഛനാണോ ഭർത്താവാണോ വലുതെന്ന് നിനക്ക് തീരുമാനിക്കേണ്ടതായി വന്നാൽ? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഒരവസാനവും ഉണ്ടാവില്ല. പണത്തിന് മനുഷ്യനേക്കാൾ വില കൽപ്പിക്കുന്ന അച്ഛൻ, ധൂർത്തടിച്ച് ലക്ഷ്യമില്ലാതെ നടക്കുന്ന ചേട്ടൻ. ഒരാശ്വാസം അമ്മയായിരുന്നു. ആ അമ്മയെയും അച്ഛൻ കൊന്നു. അതെ, ഓർമ്മ തെളിഞ്ഞ കാലത്ത് ഞാൻ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. എന്നിട്ടും ഞാൻ ആ മനുഷ്യനെ ഡാഡിയെന്ന് വിളിച്ചു, സ്നേഹിച്ചു. പറഞ്ഞാൽ ഏറെ പറയാനുണ്ട്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ആർക്കും ഒന്നും അറിയില്ല. എല്ലാം ഓർത്ത് ആദ്യമൊക്കെ കരയുമായിരുന്നു. പിന്നീട് കണ്ണീര് വരാതായി. അതുകൊണ്ട് ഒന്നും ആരെയും അറിയിക്കാതെ ചിരിക്കാൻ പഠിച്ചു. നീ വിഷമിക്കട്ട. ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. വരൂ. ജലദോഷം പിടിക്കണ്ട, ഞാൻ പോയി ടൗൽ എടുത്തോണ്ടിരാം. നീ വീട് വിട്ട് ഇറങ്ങി വരാൻ എങ്ങനെ ധൈര്യപ്പെട്ടു? മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. വരും, വീട്ടിലേക്ക് പോകാം. ഞാൻ വരുന്നില്ല. ആ നരകത്തിലേക്ക് ഞാനില്ല. ഇതാണ് എന്റെ വീട്. നീ അത്രയ്ക്കായോ? വിടറാവനെ. വിടറാവനെ.
നിങ്ങൾ പണക്കാരാണ്. പാവങ്ങളുടെ ജീവനോട് നിങ്ങൾക്ക് യാതൊരു ദയവുമില്ല. അമ്മേ, എന്റെ പൊന്നു കുഞ്ഞ് ഇവിടുന്ന് പോകും. എന്റെ മോനെ ഈ നിലയിലെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടി. അമ്മേ, കുഞ്ഞിന് ഇവിടെ നിന്നാൽ മുതലാളി എന്റെ മോന്റെ പ്രേതം പോലെ എനിക്ക് തരില്ല. അമ്മേ, അമ്മേ. ശാന്തി, 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 നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി. പച്ചക്കള്ളം. നീ എന്തോ വിളിക്കുന്നു. എത്ര വലിയ രഹസ്യമാണെങ്കിലും എന്നോട് പറയാം. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല ചേച്ചി. ഷാജി എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. കുഞ്ഞാലിക്ക, കുറച്ചുകൂടി സൂക്ഷിക്കണം. ആ കാലന്മാരുടെ കയ്യിൽ കെട്ടിപ്പോയാൽ. ശ്രീദേവി, ഞാനിന്ന് പോലീസിനെ കീഴടങ്ങാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് നിന്നെയും ശാന്തിയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കുഞ്ഞാലിക്ക, എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന നിനക്ക് ഇത് സഹിക്കാനാവില്ലെന്ന് എനിക്കറിയാം. അവരെന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. ഞാൻ ഒരു ദിവസം മടങ്ങി വരും. അന്ന് നിന്നെ എന്നെ കെട്ടിവിളാക്കും. ശാന്തി, അവളെ ഇപ്പോ കുഞ്ഞാലിക്ക വിളിക്കണ്ട. വരൂ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ശാന്തി, കുഞ്ഞാലിക്ക, ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. 1000 മൂർഖൻ പാമ്പുകൾ ഒരുമിച്ച് കുത്തുന്നത് പോലെ എന്റെ മനസ്സ് വേദനിക്കുന്നു. മധുവേട്ടൻ അറിയും മുമ്പ് നശിച്ച ലോകത്ത് നിന്ന് എനിക്ക് രക്ഷപ്പെടണം.
എന്റെ പൊന്നു പെങ്ങളെ കരയാ. ഈ കുഞ്ഞാലിക്ക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിപ്പിക്കും. കരയാ. മധു, നീ ഇപ്പൊ എന്നെ തടയരുത്. നാളെ സൂര്യൻ ഉദിക്കുമെങ്കിൽ ഞാൻ നിനക്ക് കീഴടങ്ങാം. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്റെ മകളെ നിങ്ങൾ ഇവിടെ ഇറക്കിക്കൊണ്ടുപോയി. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ തളർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണല്ലേ? അല്ല മുതലാളി, ഞാൻ പറഞ്ഞ സത്യമാണ്. ശാന്തി ഗർഭിണിയാണ്. പെങ്ങളാണെന്നും പറഞ്ഞ് അവിടെ കയറി ഇറങ്ങുമ്പോൾ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മുതലാളി, അല്പം കുനിഞ്ഞു എന്ന് കരുതി തലയിൽ ചവിട്ടി മതിക്കരുത്. ഇറങ്ങണ വിളി. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാൻ എന്റെ പെങ്ങളെ കൈവിടരുത്. ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇല്ല, ഞാൻ ഷാജിയെ കൊണ്ടേ പോകും. എനിക്ക് അവനെ ഒന്ന് കാണണം. കണ്ടിട്ട് ഈ കൈകൾ കൂപ്പി ഞാൻ അവനോട് കെഞ്ചും, എന്റെ പെങ്ങളെ കല്യാണം കഴിക്കും. അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ഞാൻ അവനെ കൊല്ലും. കണ്ട തെണ്ടികൾക്ക് കയറി ഇറങ്ങാൻ ഇതെന്താ സത്യമാണോടാ? കുഞ്ഞാലിക്ക, ആ കുഞ്ഞാലി തന്നെ. ഇന്നുവരെ ഞാൻ ആരുടെ മുമ്പിലും തല കുനിച്ചിട്ടില്ല. ഒരു അപേക്ഷയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിന്റെ കാല് പിടിക്കാം, എന്നാലും എന്റെ പെങ്ങളെ കൈവിടരുത്. അച്ഛനോട് എന്ത് പറയുമെന്നാവും അല്ലേ? ചങ്കെടുത്ത് കാണിച്ചാൽ ചകിരിനാരാണെന്ന് പറയുന്ന ആ മനുഷ്യനോട് ഒന്നും പറഞ്ഞിട്ട് ഫലമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ കൂടെ കൈവിട്ടാൽ പിന്നെ അവൾക്ക് അഭയം മരണം മാത്രമാണ് ഷാജി. കുഞ്ഞാലിക്ക് എന്നെ അറിയില്ല. അച്ഛന്റെ പണത്തിന്റെ തണൽ ജീവിതം ആർഭാടം മാത്രമാണെന്ന് കരുതി എനിക്ക് ശാന്തിയെ ചതിക്കണമെന്ന മോഹവുമില്ല. പക്ഷേ ഒറ്റയ്ക്കൊരു പെൺകുട്ടിയെ പുലർത്താൻ നിന്റെ അനിയത്തെ കാണിച്ച ധൈര്യം പോലും നിനക്കില്ലേ ഷാജി? അവൾക്കാണ് എന്റെ ശാന്തി മോളുടെ ഗതി വന്നിരുന്നെങ്കിൽ നീ അത് സഹിക്കുമോടാ? എന്റെ വിഷമം കുഞ്ഞാലിക്ക് അറിയില്ല. നിന്റെ അച്ഛനെ നഷ്ടപ്പെടാനുള്ളത് ഞങ്ങളുടെ വേർപ്പുകൊണ്ടുണ്ടാക്കിയ പണം കെട്ടിപ്പെടുന്ന ദുരഭിമാനമാണ്. എന്റെ അനുജത്തിക്ക് നഷ്ടപ്പെടാനുള്ളത് ഇത്രകാലം അവൾ സ്വപ്നങ്ങൾ കോർത്തുണ്ടാക്കിയ അവളുടെ ജീവിതമാണ്. ഇതിലേതാണ് വലുതെന്ന് തീരുമാനിക്കാൻ നിനക്ക് ഞാൻ 24 മണിക്കൂർ സമയം തരുന്നു. അത് കഴിഞ്ഞാൽ
അത് കഴിഞ്ഞാൽ കുഞ്ഞാലി ഭ്രാന്തരാകും. ഞാൻ പോകുന്നു. കുഞ്ഞാലിക്ക നിൽക്കൂ. എനിക്ക് എന്റെ ശാന്തിയെ വേണം. ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ? സത്യമാണോ എന്നോ? എന്നോട് ക്ഷമിക്കൂ ഡാഡി. ഞാൻ അതിനർത്ഥം നിങ്ങളെല്ലാം തീരുമാനിച്ചുവല്ലോ. ആ ഒരു മകളുള്ളത് ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. നീയെങ്കിലും അഭിമാനത്തോടെ സന്തോഷമായി ജീവിക്കുമെന്ന് കരുതി. ഞങ്ങൾ ജീവിക്കും ഡാഡി. അവളുമൊത്ത് സുഖമായി ഞാൻ ജീവിക്കും. ഡാഡി ഞങ്ങളെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. ശരി, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ വിവാഹം നടത്തിത്തരാം. ഡാഡി ഞാൻ മറ്റേ ഇനി വേണമെങ്കിൽ നിനക്കെന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. കേൾക്കുമ്പോൾ പൊട്ടിത്തെറിക്കരുത്. എന്താണെന്ന് പറയൂ. ശാന്തിമോളുടെ വിവാഹത്തെക്കുറിച്ചാണ്. നാളെ തന്നെ അവളുടെ വിവാഹം നടത്തണം. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഭ്രാന്തല്ല, കാര്യമാണ് പറയുന്നത്. അത് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും നീ കാണിക്കണം. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശാന്തിമോൾ ഗർഭിണിയാണ്. കുഞ്ഞാലി, ബഹളം വയ്ക്കരുത്. ഞാൻ പറയുന്നത് നോക്ക്. ശബ്ദമുണ്ടാക്കി ആളെ കൂട്ടരുത്. നടന്നത് നടന്നു. അതിന് കാരണക്കാരനായ അയാൾ തന്നെ അവളെ വിവാഹം കഴിക്കാനും തയ്യാറാണ്. അത് വേഗം നടത്തിവെച്ച് നമ്മുടെ മാനം രക്ഷിക്കുന്നതാണ് ബുദ്ധി. ആരാണ്? പറയൂ. ഷാജി. എന്നോട് ക്ഷമിക്കണം. ചെയ്ത തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശാന്തി ഞാൻ വിവാഹം ചെയ്യാം. ഇനിയൊന്നും ആലോചിക്കാനില്ല. നാളെ രാവിലെ തന്നെ വിവാഹം നടക്കട്ടെ. വലിയ ആർഭാടം ഒന്നും വേണ്ട. ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് കഴുത്തിലൊരു മിന്നു കെട്ടണം. അത്ര തന്നെ. നീ എന്താ ഒന്നും പറയാത്ത? എന്നോട് ക്ഷമിക്കും മധുവേട്ട. മോളെ, എന്താണ് ഇവിടുന്ന് വല്ല അടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണോ? നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം. കുഞ്ഞാലിക്ക, അമ്പലത്തിൽ വരുന്ന വഴിക്ക് ശാന്തി ആരും പിടിച്ചോണ്ട് പോയി. ഇതാ ശേഖരൻ മേലയുടെ പണിയാണ്. കല്യാണം മുടക്കാൻ. നീ വാ. വിടൂ. വിടാൻ. അയ്യോ, വിടൂ. വിടാൻ. അയ്യോ, വിടൂ. വിടാൻ. എന്തു പറ്റി? ശാന്തി ആരോ പിടിച്ചോണ്ട് പോയി. ആര്? എങ്ങോട്ട്? ആരാന്നറിയില്ല. നിങ്ങളോട് നിൽക്കി, ഞാനിപ്പോ വരാം. വിടൂ. വിടാൻ. ഞാൻ നിന്നെ കെട്ടുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കണ്ട. നടക്കണം ഇങ്ങോട്ട്.
നിന്നെ കൊണ്ടുപോകുന്ന കല്യാണപ്പന്തലിലേക്കല്ല, ശവപ്പറമ്പിലേക്കാണ്. നിൽക്കണം അവിടെ. കുഞ്ഞാലിക്ക, ഏതായാലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ പെങ്ങളുടെ അവസാനം കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. എന്റെ ദേഹത്തൊരുകൊണ്ട് ചോരയെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ മകനെ കൊണ്ടുവരെ എന്റെ പെങ്ങളെ കെട്ടിക്കോളാം. പട്ടി കുരയ്ക്കാടാ. കുടിച്ചിപ്പട്ടികളുടെ കുര കെട്ടാൻ ഞെട്ടുന്നുള്ളതാ ശേഖരൻ മുതലാളി. എനിക്കെതിരെ ഒരു കുമിള പോലും മുളയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞാലി, വേഗം ആശുപത്രിയിൽ കൊണ്ടുപോവാ. വേണ്ട, ഞാനിനി രക്ഷപ്പെടില്ല. ഇല്ല, എന്റെ കുഞ്ഞാലിക്കേക്ക് ഒന്നും സംഭവിക്കില്ല. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ പെങ്ങളുടെ കഴുത്തിൽ ഒരു
കിട്ടുന്നത് കാണണം. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. കുഞ്ഞാലി, ഞാൻ ജീവിച്ചിരുന്നാൽ നിന്റെ ആശ നിറവേറ്റപ്പെടാ. എന്ത് പറ്റി കുഞ്ഞാലിക്കയ്ക്ക് എന്ത് പറ്റി? കുഞ്ഞാലിക്ക കുഞ്ഞാലിക്ക എന്റെ പെങ്ങളെ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വരെ വന്നത്. കുഞ്ഞാലിക്ക വിഷമിക്കണം. ഒരിക്കലും നീ കൈവിടരുത്. ശാന്തി, ഞാൻ നോക്കിക്കോളാം. കുഞ്ഞാലി, കുഞ്ഞാലിക്ക കുഞ്ഞാലി